പാലക്കാട് എലപ്പുള്ളിയിൽ ഭൂമി തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ തള്ളി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയെ തരം മാറ്റാനുള്ള അപേക്ഷ ആണ് തള്ളിയിരിക്കുന്നത്. പാലക്കാട് RDOയാണ് ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ തള്ളിയത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്ത് കാരണം പറഞ്ഞാണ് ഒയാസിസ് കമ്പനിയുടെ ഭൂമി തരം മാറ്റലിനുള്ള അപേക്ഷ തള്ളിയിരിക്കുന്നത്? ലക്ഷ്മി, ഒയാസിസ് കമ്പനിക്ക് എലപ്പുള്ളി വില്ലേജിൽ 24 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. ഇതിൽ 4 ഏക്കർ ഭൂമിയാണ് ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് ഒഴിവാക്കണം, ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒയാസിസ് കമ്പനി റവന്യൂ വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് ഓഫീസർ ഉൾപ്പെടെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് RTO ഈ ഒയാസിസിന്റെ അപേക്ഷ തള്ളിയിട്ടുള്ളത്. ഇതിനെ ഡാറ്റാ ബാങ്കിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ഇവിടെ ഏറെക്കാലമായി ഈ അപേക്ഷ തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒയാസിസ് കമ്പനി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവിടെ വർഷങ്ങളായി കൃഷിയൊന്നും തന്നെ നടക്കുന്നില്ല, തരിശായി കിടക്കുന്ന ഭൂമിയാണ് എന്നുള്ളതായിരുന്നു ഈ കമ്പനി പറഞ്ഞിരുന്നത്. പക്ഷേ ഈ രണ്ട് വാദവും, ഒയാസിസ് കമ്പനിയുടെ രണ്ട് വാദവും കൃഷി വകുപ്പോ റവന്യൂ വകുപ്പോ അംഗീകരിച്ചിട്ടില്ല. അവിടെ വളരെ കുറച്ചു കാലം മുമ്പ് വരെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RDO തള്ളിയിട്ടുള്ളത്. പ്രധാനമായും ഈ ഒയാസിസ് കമ്പനിക്കെതിരെ അവിടെ പദ്ധതി വരുന്നതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം CPIക്കുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടി CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളാണ് ഈ അപേക്ഷ തള്ളിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണല്ലേ? തീർച്ചയായും. കാരണം ഇതിനകത്ത് ഒന്ന് അവിടെ സ്ഥലപരിശോധന നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സാധാരണഗതിയിൽ ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിൽ ഇളവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപനങ്ങളും ഒക്കെ റവന്യൂ വകുപ്പിന് അപേക്ഷ കൊടുക്കാറുള്ളതാണ്. ആ സാഹചര്യം മനസ്സിലാക്കി വർഷങ്ങളായി കൃഷിയൊന്നും തന്നെ നടക്കാത്ത ഭൂമിയാണെങ്കിൽ ഇളവുകൾ നൽകാറുണ്ട്. പക്ഷെ ഇവിടെ കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടാണ് വളരെ പ്രധാനമായി മാറേണ്ടത്. കൃഷി വകുപ്പ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇത് ഡാറ്റാ ബാങ്കിൽ തന്നെ നിലനിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു കൃഷി വകുപ്പ് നൽകിയിട്ടുള്ളത്. റവന്യൂവും ഇതിനകത്ത് പരിശോധന നടത്തും. ഈ രണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാലക്കാട് RDO അന്തിമ തീരുമാനമെടുക്കുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഡാറ്റാ ബാങ്കിൽ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് വന്നിട്ടുള്ള ശുപാർശ. അതുകൊണ്ടുകൂടിയാണ് ഒയാസിസിന് ഈ അപേക്ഷ തള്ളിയിട്ടുള്ളത്. ഒയാസിസിന് ഇനി കൂടുതൽ ഒരുപക്ഷെ ഈ 4 ഏക്കർ ഭൂമി നിന്നും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ അവിടെ നടത്താൻ കഴിയില്ല. കൃഷിയല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭൂമി ഇനി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പദ്ധതിക്കെതിരെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം അവിടെ ആ പ്രദേശത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇന്നലെ ബന്ധപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സ്ഥലം സന്ദർശിക്കുകയും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും എല്ലാം സമരങ്ങൾ സമാന്തരമായി നടക്കുന്നു. ജനകീയ സമരവും അവിടെ നടക്കുന്നു. എന്തായാലും 24 ഏക്കർ ഭൂമിയിൽ 4 ഏക്കർ ഭൂമിയുടെ തരം മാറ്റാനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷയാണ് തള്ളിയത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒയാസിസ് കമ്പനിയുടെ ഭൂമി തരം മാറ്റൽ അപേക്ഷ തള്ളിയിരിക്കുന്നു RDO. ഇതാണ് ഈ മണിക്കൂറിൽ വരുന്ന വാർത്ത. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.